KSU മാർച്ചിലും നിരവധി പ്രവർത്തകരെ റിമാൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ ഇതാ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വലിയൊരു ഫ്ലെക്സ് ബോർഡ് കനകക്കുന്നിന് മുന്നിൽ ഉണ്ടായിരുന്നു. അതിനെ നശിപ്പിച്ചുകൊണ്ടാണ് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ സമരത്തിന്റെ ഭാഗമാകുന്നത്. കഴിഞ്ഞ നാളുകളിൽ കണ്ട സമാനമായ സാഹചര്യത്തിലേക്ക് അക്രമം അഴിച്ചുവിടുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ പ്രതിഷേധം കടുപ്പിക്കുന്ന രീതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ. അല്ലെങ്കിൽ നമ്മൾ പ്രതിപക്ഷ നേതാവിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സമാധാനപരമായ ഒരു പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. ജനാധിപത്യ മര്യാദകൾ ലംഘിക്കില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ആ രീതിയിലുള്ള സമരമായിരിക്കുമോ ഇത് അവസാനിക്കുമ്പോൾ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. പോസ്റ്ററുകളും ഫ്ലെക്സുകളും പൂർണ്ണമായും റോഡരികിലുള്ള ആ രീതിയിൽ അതെല്ലാം നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ കടക്കുന്നു. ഒപ്പം നേതാക്കൾ നിർദ്ദേശം നൽകുന്നുണ്ട് ആ രീതിയിൽ ഫ്ലെക്സുകൾ നശിപ്പിക്കരുത്, മറ്റ് പ്രതിഷേധങ്ങളിലേക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശം കോൺഗ്രസ് നേതാക്കൾ നൽകുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം അണികൾ കേൾക്കുമെന്നുള്ളതാണ്. കാരണം അങ്ങേയറ്റം ഈ കഴിഞ്ഞ നാളുകളിൽ കണ്ട ഈ 2 ദിവസം കേരളം കണ്ട ഏറ്റവും വലിയ സമരത്തിന്റെ ആ ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്നും യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമരത്തിന്റെ ഭാഗമാകുമ്പോൾ അവർ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കല്യാശ്ശേരി മുതൽ ഇന്ന് തിരുവനന്തപുരം വരെ നടന്ന പ്രതിഷേധങ്ങൾ, ആ പ്രതിഷേധങ്ങളുടെ ഭാഗമായി ആ പ്രതിഷേധങ്ങൾ ഉയർത്തിയപ്പോൾ DYFI പ്രവർത്തകരും പോലീസും അതിനെ നേരിട്ട രീതി, ഇതിനെതിരെയൊക്കെ ശക്തമായ പ്രതിഷേധം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ സമരത്തിന്റെ ഭാഗമാകുന്നത്. ആയിരക്കണക്കിന് പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ട് ഇപ്പോൾ മാർച്ച് DGP ഓഫീസിന്റെ സമീപത്തേക്ക് എത്തുകയാണ്.